أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا نور وأهله اللهم صل على سيدنا نور وأهله اللهم صل على سيدنا نور وأهله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي كلة خيرتي أدركني يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي كلة خيرتي أدركني يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي كلة خيرتي أدركني يا رسول الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد العاقبة للمتقين സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ, രക്ഷിതാക്കളെ, മാതാപിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ പ്രഭാതം അല്ലാഹു നമുക്ക് സന്തോഷവും സമാധാനവും നൽകുന്നത് പ്രഭാതമാക്കി മാറ്റുമാറാവട്ടെ. ഇന്നത്തെ ദിവസം അല്ലാഹു നമുക്ക് ഖൈറും ബർക്കത്തും ചൊരിഞ്ഞു തരുന്ന ദിവസങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുമാറാവട്ടെ. പരിശുദ്ധമായ മുഹറം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. ഇന്ന് സഫർ 1 ബുധൻ. അതുപോലെ സഫർ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ അല്ലാഹു വീട്ടുവാനുള്ള വഴികൾ തുറന്നു കൊടുക്കുമാറാവട്ടെ. അതുപോലെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ അല്ലാഹു എത്രയും പെട്ടെന്ന് ഷിഫാഹ് നൽകട്ടെ. അങ്ങനെ പലരും പല പ്രയാസങ്ങളും പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കട്ടെ. അതുപോലെ മുഅ്മിനീങ്ങളെ, നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹദ്ദാദിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്, ഫളായിലുകളെക്കുറിച്ചാണ്. എല്ലാവരും അറിയാമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് 12ഉം 13ഉമാണ് ദിക്റുകൾ നമ്മൾ പറയുന്നത്. ഇതുവരെ നമ്മൾ 11 ദിക്റുകൾ പറഞ്ഞു, അതിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞു, അതിൻ്റെ ഫളായിലുകൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹത്തായ അമലാക്കി മാറ്റുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഹദ്ദാദിലെ 12ാമത്തെ ദിക്ർ ഏതാണ്?
യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്ന അലാ ദീനുൽ ഇസ്ലാം. ഈ ദിക്റിൻ്റെ മഹത്വങ്ങൾ ഒരുപാടാണ്. ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ ദിക്റാണ്, മഹത്വങ്ങൾ നിറഞ്ഞ ദിക്റാണ്. യാ ദൽ ജലാലി വൽ ഇക്റാം വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണിത്. ഇതിനെ പറയുന്നത് ഖുർആനിക വചനത്തിൽ നിന്നാണ്, ഖുർആനിൽ നിന്നാണ് ഈ ദിക്റിനെടുത്തിട്ടുള്ളത്. ഈ ദിക്റിനെ പരിശുദ്ധമായ ഖുർആനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഏതാണ് ആ പരിശുദ്ധമായ ഖുർആൻ? തബാറക ഇസ്മു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഈ സൂറത്തിൽ നിന്നാണ് യാ ദുൽ ജലാലി വൽ ഇക്റാം അമിത്ന അലാ ദീനിൽ ഇസ്ലാം ഈ ദിക്ർ എടുത്തിട്ടുള്ളത് എന്ന്. മഹത്വവും ഔദാര്യവും ഉള്ളവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമം ഉത്കൃഷ്ടമായിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. മഹത്വവും ഔദാര്യവും ഉള്ളവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമം ഉത്കൃഷ്ടമായിരിക്കുന്നു. ഈ ദിക്റ് വിഷയമാക്കാനും വർദ്ധിപ്പിക്കാനും ഹദീസിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ദിക്റിനെ അധികരിപ്പിക്കാൻ ഹദീസിൽ എന്താണ് വന്നിട്ടുണ്ട്. ആ നിർദ്ദേശപ്രകാരമാണ്, ആ നിർദ്ദേശ അനുസരിച്ചാണ് റാത്തീബിൽ ഇത് ഉൾപ്പെടുത്തിയത്. അനസ് റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന ദിക്ർ നിങ്ങൾ വിഷയമാക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഈ ദിക്ർ 7 പ്രാവശ്യമാണ് ചൊല്ലണമെന്ന് ഹദ്ദാദ് റാത്തീബിൽ നിർദ്ദേശിക്കുന്നത്. തഹ്ലീലും ഇസ്തിഗ്ഫാറും അല്ലാത്ത മറ്റു ദിക്റുകളെല്ലാം 3 പ്രാവശ്യമാണ് ഹദ്ദാദിൽ ചൊല്ലുന്നത്. ഈ ദിക്ർ അല്ലാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ, ഈ ദിക്റൊന്നും, ഈ 2 ദിക്റുകളല്ലാത്ത മറ്റുള്ള ദിക്റുകളൊക്കെ എന്താണ് 3 പ്രാവശ്യമാണ് ഹദ്ദാദ് റാത്തീബിൽ ദിക്റുകൾ നമ്മൾ ചൊല്ലുന്നത്. ഈ ദിക്ർ 7 പ്രാവശ്യം ചൊല്ലണമെന്ന് ഹദ്ദാദ് റാത്തീബിൽ നിർദ്ദേശിക്കുന്നു. തഹ്ലീലും ഇസ്തിഗ്ഫാറും അല്ലാത്ത മറ്റു ദിക്റുകളെല്ലാം 3 പ്രാവശ്യമാണ് ചൊല്ലുന്നത്. ഈ ദിക്ർ വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിക്കുന്ന ഈ ഹദീസ് മാനിച്ചു കൊണ്ടായിരിക്കണം അദ്ദേഹം അങ്ങനെ ചെയ്തത്. ആര്? ഹദ്ദാദ് രചിച്ച മഹാനവറുകൾ എന്താണ് ഇതിൻ്റെ മഹത്വം കണക്കിലെടുത്തുകൊണ്ടാണ് ഇതിനെ 7 പ്രാവശ്യം ചൊല്ലാൻ നിർദ്ദേശിച്ചത്. അദ്ദേഹത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെയും വിശാലതയുടെയും ഹദീസുകൾ കൊള്ളുന്ന അറിവും ഇത് വ്യക്തമാക്കി തരുന്നു. അദ്ദേഹത്തിൻ്റെ ഹദ്ദാദ് റാത്തീബ് രചിച്ച മഹാൻ്റെ വിശാലതയും ഹദീസുകൾ കൊണ്ടുള്ള അറിവും ഇത് വ്യക്തമാക്കി തരുന്നു. ഈ ദിക്റിൻ്റെ മഹത്വം വിവരിക്കുന്ന ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. ഈ ദിക്റിനെ കുറിച്ച് പറയുന്ന മഹത്വങ്ങൾ നിരവധി വന്നിട്ടുണ്ട്. അസൗഫ് ബിനുൽ ബർഖിയ റളിയല്ലാഹു അൻഹു ബിൽഖീസിൻ്റെ സിംഹാസനം കൊണ്ടുവന്നത് ഈ ദിക്ർ ചൊല്ലി പ്രാർത്ഥിച്ചാണെന്ന് മുജാഹിദ് റളിയല്ലാഹു അൻഹു
മുഖാത്തിൽ റളിയല്ലാഹു എന്നിവരെ ഉദ്ധരിച്ച് ഇമാം ബഖവി റളിയല്ലാഹു വിവരിക്കുന്നുണ്ട്. ബിൽക്കീസിൻ്റെ രാജകൊട്ടാരം സുലൈമാൻ നബിൻ്റെ അടുത്ത് കൊണ്ടുവന്നത് ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് എന്ന് അഭിപ്രായമുണ്ട്. ഒരാൾ ഈ ദിക്ർ ചൊല്ലുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, തീർച്ചയായും നിനക്ക് ഉത്തരം ലഭിച്ചിരിക്കുന്നു, നീ ചോദിച്ചോളൂ എന്ന്. ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾ ഈ ദിക്റങ്ങ് ചൊല്ലുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടു. അവിടുന്ന് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, തീർച്ചയായും നിനക്ക് ഉത്തരം ലഭിച്ചിരിക്കുന്നു, നീ ചോദിച്ചുകൊള്ളൂ. ഈ ദിക്ർ ചൊല്ലിക്കാണ്ട് നമ്മളെന്താണ് ദിക്ർ ചൊല്ലിക്കാണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്, ഈ റാത്തീബ് പതിവായി കൊണ്ടുവരുന്നവർക്ക് ഹുസ്നുൽ ഖാത്തിമ നല്ല പരിസമാപ്തി ലഭിക്കുമെന്ന് റാത്തീബിൻ്റെ കർത്താവ് പറയുന്നു. ഹദ്ദാദ് റാത്തീബ് രചിച്ച മഹാൻ പറയുന്നു, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അല്ലാമ അബ്ദുല്ലാഹി ബിനു മുഹമ്മദ് ഷറാഹിൽ റളിയല്ലാഹു അൻഹു ഗുരുവിൻ്റെ മഹത്വം വിവരിക്കാൻ രചിച്ച ഗ്രന്ഥത്തിൽ ഇക്കാര്യം പറയുന്നുണ്ട്. ഹദ്ദാദ് റാത്തീബ് പാരായണം ചെയ്യുന്നതിന് ഇതല്ലാത്ത മറ്റൊരു ഫലമൊന്നുമില്ലെങ്കിലും ഇത് തന്നെ എമ്പാടും മതി. എന്നാൽ പ്രബലമായ ഹദീസുകളുടെ വെളിച്ചത്തിൽ ധാരാളം ശ്രേഷ്ഠതയുണ്ടെന്നും മനസ്സിലായല്ലോ. ഈ ദിക്ർ ഹദ്ദാദിൽ ഒരു ദിക്റിനും ഒരു ഫളായിലും ഇല്ലെങ്കിലും, ഒരു പ്രതിഫലം കിട്ടിയിട്ടില്ലെങ്കിലും ഈ ദിക്റിന് ഒരുപാട് പ്രതിഫലം കിട്ടും എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ദിക്ർ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുത്തരം നൽകും. ഹദ്ദാദിൽ മാത്രമല്ല, എപ്പോഴും നമുക്ക് ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെയാണ് 13ാമത്തെ ദിക്ർ, യാ കവിയു യാ മതീൻ ഇക്ഫി ശറൽ ളാലിമീൻ. യാ കവിയു യാ മതീൻ ഇക്ഫി ശറൽ ളാലിമീൻ. ഈ രണ്ട് നാമങ്ങളും അള്ളാഹു തവസ്സുലാക്കാൻ നിർദ്ദേശിച്ച അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതാണ്. ഈ ദിക്ർ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലാൻ കൽപ്പിച്ച തവസ്സുൽ ചെയ്യാൻ നിർദ്ദേശിച്ച അസ്മാഉൽ ഹുസ്നയിൽ പെട്ട ഇസ്മുകളാണ്. വലില്ലാഹി അസ്മാഉൽ ഹുസ്ന ഫദ്ഉ ബിഹാ. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്, അതിനാൽ ആ പേരുകളിൽ അള്ളാഹുവിനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക. അള്ളാഹുവിന് ഒരുപാട് പേരുകളുണ്ട്, മഹത്വമേറിയ പേരുകളുണ്ട്. അള്ളാഹുവിന് 91 നാമങ്ങളുണ്ടല്ലോ. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്, അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക. മഹത്തായ ഈ രണ്ട് നാമങ്ങളുടെ സവിശേഷതകൾ പരിഗണിച്ച് അക്രമികളുടെ ശർറ് തടുക്കാൻ അള്ളാഹുവോട് ആവശ്യപ്പെടുന്നത് യാദൽ ജലാലി വൽ ഇക്റാം എന്ന ദിക്റിന് ശേഷം ഈ ഇസ്മിൻ്റെ മേൽ മരിപ്പിക്കാൻ അള്ളാഹുവോട് ചോദിച്ചുവല്ലോ. അപ്പോൾ ഈ ദിക്റൊക്കെ എന്താണ്? ഒരുപാട് ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ നിറഞ്ഞ ദിക്റുകളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഹദ്ദാദിൻ്റെ ഓരോ ദിക്റിൻ്റെയും മഹത്വങ്ങൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു.
അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബിൽ കയറി കേൾക്കുക. ഓരോന്നിനും ഓരോരോ മഹത്വങ്ങളാണ്. ഓരോന്നിൻ്റെ മഹത്വങ്ങൾ കേൾക്കുമ്പോൾ ഒരുപാട് ശ്രേഷ്ഠതകളാണ് കൂടി വരുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ ഹദ്ദാദ് ദിവസവും നമ്മൾ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഹദ്ദാദ് റാത്തീബ് ലൈവിൽ നമ്മൾ ചൊല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുപോലെ നല്ല ദുആ മജ്ലിസുകളൊക്കെ നമുക്ക് ലൈവിലൂടെ നടത്തണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ എല്ലാവരും ഈ ദിക്ർ ചൊല്ലുക. ഹദ്ദാദിൽ മാത്രമല്ല, അല്ലാത്ത സമയത്ത് നമ്മൾ ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അതുപോലെ ഈ ദിക്ർ എന്നല്ല, ഒരുപാട് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന പല ദിക്റുകളുണ്ട്. നമുക്ക് ഉപകാരമെന്ന് തോന്നിയത് നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ ചൊല്ലുക. നമ്മുടെ എന്തൊരു ആവശ്യത്തിനാണോ, നമ്മുടെ ഉദ്ദേശം പൂർത്തിയാവണോ, അതിനൊക്കെ വേണ്ടി ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ഇതൊക്കെ ചൊല്ലുന്നതിന് എന്താണ്, അതിന് മുമ്പ് ഇഖ്ലാസ് നമുക്ക് വേണം. നമുക്കൊരു ആത്മവിശ്വാസം വേണം. ഇത് ചൊല്ലിയാൽ അത് നടക്കും എന്നുള്ള വിശ്വാസമാണ് നമ്മളുടെ വിശ്വാസം. ഇഖ്ലാസോടുകൂടി ഒറ്റയ്ക്ക് ഇരുന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ഏറ്റവും ഉത്തമം രാത്രിയിലാണ്. തഹജ്ജുദിന് സുബഹിൻ്റെ മുമ്പ് എണീച്ചിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഈ ദിക്റുകളൊക്കെ ചൊല്ലിക്കൊണ്ട് നമ്മൾ ചൊല്ലാൻ ഉദ്ദേശിക്കുന്ന ദിക്ർ ഏതാണോ ആ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് ഇഖ്ലാസോടുകൂടി അല്ലാഹുവിനോട് ചോദിച്ചാൽ അവൻ ഉത്തരം നൽകാതിരിക്കില്ല. നമ്മളെന്താണ് ചോദിക്കാൻ നമുക്കൊക്കെ മടിയാണ്. അള്ളാഹു നമ്മളോട് പറഞ്ഞത് എന്താണ്, നിങ്ങൾ എന്നോട് ചോദിക്കുവീൻ ഞാൻ നിങ്ങൾക്ക് തരും എന്നാണ്. വെറുതെ കളിയാക്കിക്കൊണ്ടല്ല അള്ളാഹ് പറഞ്ഞത്. എന്നോട് ചോദിക്കുകയും ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മളൊക്കെ ചോദിക്കന്നെ. എത്രത്തോളം കഴിയുന്നു അത്രത്തോളം നമ്മൾ ചോദിക്കണം. എപ്പോഴെങ്കിലും ഒരു വാതിൽ അല്ലാഹ് നമുക്ക് തുറന്നു തരും, ഇന്നല്ലെങ്കിൽ നാളെ. ഈ ചൊല്ലിയതിന് നഷ്ടപ്പെട്ടു പോകാനൊന്നും നമുക്കില്ല. നാളെ മഹ്ശറയിലും ഖബറിലും നമുക്ക് ഇതിനൊരു മുതൽക്കൂട്ടാണ്. ദുന്യാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർക്കട്ടെ. അതൊക്കെ നമ്മൾ ദുആ ചെയ്യുന്നത്. ഈ ദുന്യാവിൽ നമുക്ക് നടന്നിട്ട് നാളെ ആഖിറത്തിലെങ്കിലും ഇത് ഉപകരിക്കും. അതിനു വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് തേടുക, ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ അമലാക്കി മാറ്റുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ 10 മിനിറ്റ് കൊണ്ട് തീർക്കണമെന്ന് ഉദ്ദേശിച്ചതാണ്. 18 മിനിറ്റോളം 20 മിനിറ്റായി. ഇൻഷാ അല്ലാഹ് വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ചുരുക്കി കൊണ്ടുവരാനാണ് ശ്രമിച്ച് ആദ്യത്തെ ദിക്റുകളൊക്കെ ചുരുക്കി കൊണ്ടുവന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ ഹലാലായ ഉദ്ദേശങ്ങളും മുറാദുകളും അല്ലാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവരുടെ ഖബർ അല്ലാഹു സന്തോഷമാക്കി കൊടുക്കട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗീയ പദവികളെ കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന സാലിഹത്തായ മക്കളാക്കി മാറ്റുമാറാവട്ടെ. നമ്മുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകൾ അല്ലാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله تعالى وبركاته. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി ദുആ ചെയ്യണമെന്നുള്ള വസിയത്തോടെ നിങ്ങൾക്ക് വേണ്ടി ഞാനും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളൊക്കെ ഉൾപ്പെടുത്തും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.